നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച രാവിലെ പറന്നുയർന്ന ഇൻഡിഗോ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് അടിയന്തരമായി ദില്ലി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. 161 യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനമാണ് അടിയന്തരമായി ഇറക്കിയത്. മുഴുവൻ യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ ഒഴിപ്പിച്ചുവെന്നും മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അഗ്നിശമന സേന അറിയിച്ചു. തുടർന്ന് പൂർണ്ണ എമർജൻസി പ്രഖ്യാപിച്ചു. അടിയന്തര ലാൻഡിംഗ് സംബന്ധിച്ച വിവരം രാവിലെ 10:54-ന് അഗ്നിശമന സേനയ്ക്ക് ലഭിച്ചുവെന്നും ഉടൻ തന്നെ ടീമിനെ അയച്ചുവെന്നും അധികൃതർ അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നിന്ന് ദില്ലിയിലേക്ക് പറന്ന ബോയിംഗ് 737 വിമാനം CE 579 ലാൻഡ് ചെയ്ത് സാധാരണ ലാൻഡിങ്ങിന് തയ്യാറെടുക്കവെയാണ് പൈലറ്റുമാർ തകരാറ് കണ്ടെത്തിയത്. തുർക്കിയിലെ കൊറന്റൽ എയർലൈനിൽ നിന്ന് ഇൻഡിഗോ വെറ്റ്സ്ലീൻസ് ചെയ്ത വിമാനമാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ കൊറന്റൺ എയർലൈൻസിന്റെ 5 വെറ്റ് ലീസ് വിമാനങ്ങൾ ഇൻഡിഗോ ലീസിനെടുത്തിട്ടുണ്ട്. മുൻകരുതൽ നടപടിയുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ പാലിച്ചും പൈലറ്റുമാർ മുൻഗണനാ അടിസ്ഥാനത്തിൽ ലാൻഡിംഗ് നടത്താൻ അഭ്യർത്ഥിച്ചുവെന്നും വിമാനം ആവശ്യമായ പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമായിട്ടുണ്ടെന്നും എയർലൈൻ വ്യക്തമാക്കി. അതേസമയം ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം 7 മണിക്കൂർ യാത്രക്കാരെയും കൊണ്ട് ആകാശത്ത് പറന്ന ശേഷം ഡൽഹിയിൽ തന്നെ തിരിച്ചിറക്കി. ഹീത്രൂവിലേക്ക് പോയ എയർ ഇന്ത്യയുടെ A350 വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡൽഹിയിൽ തിരിച്ചിറക്കിയത്. ഇതേ വിമാനം കഴിഞ്ഞ മാർച്ച് 15-നും സാങ്കേതിക തകരാറ് നേരിട്ടിരുന്നു. അന്ന് ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന വിമാനം അയർലൻഡിലെ ഷാനർ നഗരത്തിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. സാങ്കേതിക തകരാർ സംശയിച്ചതിനെ തുടർന്ന് മുൻകരുതൽ എന്ന നിലയിലാണ് വിമാനം പുറപ്പെട്ട ഇടത്തേക്ക് തന്നെ മടങ്ങിയത് എന്ന് എയർ ഇന്ത്യ വക്താവ് വിശദീകരിച്ചു. എയർ ഇന്ത്യയുടെ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതെന്നും വിശദമായ സാങ്കേതിക പരിശോധനകൾ നടത്താൻ സമയം ആവശ്യമാണെന്നും വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വിമാനത്തിനുള്ളിൽ നിന്ന് അസ്വാഭാവിക ശബ്ദങ്ങൾ കേട്ടതിനെ തുടർന്നാണ് വിമാനം തിരിച്ചുവിട്ടതെന്ന റിപ്പോർട്ടുകളുണ്ട്. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചു. യാത്രക്കാരെ എത്രയും വേഗം ലണ്ടനിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും എയർലൈൻ അറിയിച്ചു. എന്നാൽ വിമാനത്തിൽ എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സൗദി അറേബ്യൻ വ്യോമ അതിർത്തിയിൽ എത്തിയപ്പോഴാണ് വിമാനം തിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ആ സമയം വരെ ഏകദേശം 4 മണിക്കൂറോളം വിമാനം ആകാശത്തായിരുന്നു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ flightradar24.com നൽകുന്ന വിവരമനുസരിച്ച് ഡൽഹിയിൽ തിരിച്ചിറങ്ങുന്നത് വരെ വിമാനം ആകെ 7 മണിക്കൂറോളമാണ് പറന്നത്. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം ഉച്ചയ്ക്ക് 12:30 തിരിച്ചിറങ്ങിയത്. 2024 ജനുവരി മുതലാണ് എയർ ഇന്ത്യ A350 9000 വിമാനങ്ങൾ സർവീസിനായി ഉപയോഗിച്ച് തുടങ്ങിയത്.